ഹായ്, ഡെയിലി വ്ലോഗിലേക്ക് വീണ്ടും സിനിമ അപ്ഡേറ്റിലേക്കാണ് ഞാൻ പറയുന്നത്. സിനിമ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഫാഷനാണ്. ആ ഫാഷനിൽ അത്ഭുതമാണ് ഓരോ താരങ്ങളും അതിൻ്റെ ഇൻട്രോ അവിടെ ഉണ്ടാക്കുന്നത്. ഒരു ഇൻട്രോ സീനൊക്കെ ഓരോരു നടൻ്റെ വലിയൊരു എക്സ്പീരിയൻസ് തന്നെ. സിനിമയിൽ നമ്മൾ എന്ന് കാണാൻ തുടങ്ങുന്നു അന്ന് തൊക്കെ താരങ്ങളുടെ വാല്യൂ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലെയിൻസ് വീഡിയോ ആയിരിക്കും നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമ്മളൊക്കെ സിനിമ കാണാൻ തുടങ്ങിയത് മോഹൻലാൽ എന്നൊരു കംപ്ലീറ്റ് ആക്ടറിനെ കുറിച്ച് കണ്ടതും ആ ധാരണയിലൂടെയൊക്കെയാണ് സിനിമ എന്താണെന്നും സിനിമയെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടതെന്നൊക്കെ കാണാൻ തുടങ്ങിയതും അതിൻ്റെ ഇൻട്രോ കണ്ടു തുടങ്ങിയതും ഒരു ഇൻ്റർട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളെ അവരെ അടുത്തെത്താനുള്ള ആ ഒരു വിശേഷപ്പെട്ട സമയം. ഞാനൊന്നും ഇതുവരെ ഒരു മോഹൻലാൽ ഫാനാണ്, പക്ഷേ അവരെ കാണാനും നേരിട്ട് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം, ലക്ക് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് പലർക്കും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്നൊരു സിനിമ ഏത് കാലത്ത് വന്നാലും അതൊരു പുതിയൊരു സിനിമ പോലെ തന്നെയായിരിക്കും. ലാലേട്ടൻ സിനിമ എന്നാണ് പറയാറുള്ളത്. അതുതന്നെയാണ് തരുൺമൂർത്തിയുടെ ഈ ഒരു സിനിമയ്ക്കും ഒരു കാത്തിരിപ്പ് മലയാളികൾക്കുണ്ട്. ആ കാത്തിരിപ്പിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി അപ്ഡേറ്റ്. ഇത് തുടരുമിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ആണ്, അതായത് എക്സ്പ്ലെയിനഡായ ഒരു അപ്ഡേറ്റ് വീഡിയോ. ദ മെജസ്റ്റിക് എന്ന് പറഞ്ഞൊരു വീഡിയോ തരുൺമൂർത്തിയും കൂട്ടരും ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. നമ്മൾക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ ജനിച്ച സമയം മുതൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും ഒക്കെ മോഹൻലാൽ സിനിമകളാണ്. അപ്പം അങ്ങനെ ഒരു ആക്ടറിനെ യൂസ് ചെയ്ത് സിനിമ ചെയ്യുക എന്ന് പറഞ്ഞ ഒരേ സമയം ട്രിക്കിയുമാണ്, അതേപോലെ എക്സൈറ്റിംഗ്. ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കും. പിന്നെ തമാശ പറഞ്ഞവിടേക്കും. പിന്നെ നേരെ നമ്മൾ കാണുന്നത് നേരെ ക്യാമറയുടെ മുമ്പിലേക്ക് പോയിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു മോഹൻലാൽ സിനിമ. സൈലൻസുകളുള്ള നോട്ടങ്ങൾ, ചില സൈലൻസുകൾ, ചില നോട്ടങ്ങൾ, ചില ബോഡി പൊസിഷനുകൾ, ചില മൂവ്മെന്റുകൾ, അതെല്ലാം ആസാൻ ആക്ടർ. അതുകൊണ്ടാണ് അദ്ദേഹം വേറൊരു ലീഗിൽ നമ്മൾ അദ്ദേഹത്തെ പ്ലേസ് ചെയ്തത്. ഒരാളായി നമ്മളോട് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. പുള്ളിയിലൊക്കെ ഭയങ്കര ഈസിലി അഡാപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ലൈക്ക് ഭയങ്കര ഈസി ആയിട്ട് ഞങ്ങളുടെ വൈബ് എന്താണോ, ഞങ്ങളുടെ കൂടെ എന്താണോ, പുള്ളി ഈസിലി അതിലേക്ക് മാറുകയും ഞങ്ങളെ കൂടെ നിന്ന് തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഈസി ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സായിരുന്നു. പലപ്പോഴും നമ്മളെ ഈ ലാലേട്ടൻ കഥാപാത്രമായിട്ട് മാറുമ്പോൾ ക്യാമറയ്ക്ക് പിറകിലിരുന്നിട്ട് ചിലപ്പോൾ മോണിറ്ററിന്റെ പിറകിലേക്ക് തരുണിന്റെ അടുത്തേക്ക് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. എന്നുവെച്ചാൽ ഈ മനുഷ്യൻ ഇതിന്റെ ആഴത്തിലിറങ്ങുമ്പോൾ ചിലപ്പോൾ ഷോട്ട്, ചിലപ്പോൾ അത് പെർഫോം ചെയ്ത് നമുക്ക് തോന്നും ആ സിനിമ മൊത്തം ആ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അത് എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് സിനിമ മോഹിക്കുന്ന, സിനിമയിൽ ആഗ്രഹിക്കുന്ന, സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന, സിനിമ വളരെ ഡീപ്ലി ആക്ടിങ്ങിനെ പറ്റി പഠിക്കുന്ന എല്ലാവർക്കും പുതിയതായി വരുന്നവർക്കുള്ള ടെക്സ്റ്റ് ബുക്കാണ്. നമ്മൾ ഡീപ്പിൽ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ലാലേട്ടന്റെ ചില റിയാക്ഷൻ അത് മാത്രമേ പറ്റുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ. കാരണം വെച്ചാൽ നിമിഷ നേരം കൊണ്ട് ആള് മാറി. പിന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്ന അല്ല ചേട്ടൻ ഇങ്ങനെ കാണുന്ന ഓരോ ഭാവങ്ങളും അത് എനിക്ക് തോന്നുന്നു ഇനി ഇങ്ങനത്തെ നടനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ണുകൊണ്ടുള്ള ആ ഒരു മൂവ്മെന്റില് നമ്മൾ എഴുതിണ്ടാക്കിയ കഥാപാത്രം നമ്മൾ കാണുമ്പോൾ അതുണ്ടാക്കിയ അത്ഭുതമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അത് പാടിപ്പോയി എന്ന് പറയുന്നത് ഞാൻ പണ്ട് കണ്ടിട്ടുള്ള ഇതിനവും അല്ലെങ്കിൽ അതിലേക്കുള്ള ലാലേട്ടന്റെ വേർഷനാണ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പറയും ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
ദ മെജസ്റ്റിക് തുടരും 25/4/2005. അതോടെ ഈ സിനിമ നമ്മുടെ മുന്നിലെത്തും എന്നാണ് പ്രേക്ഷകരോടൊപ്പം നമ്മൾ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് ഈ സിനിമ ഇത്രയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതാണ്. നാളെ ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ബുക്കിങ്ങൊക്കെ, ടിക്കറ്റ് ബുക്കിങ്ങൊക്കെ തുടങ്ങിയെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ദ മെജസ്റ്റിക് ഓഫ് ഡോക്യുമെൻ്ററിയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരു ബാനറുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ തരൺമൂർത്തി സംവിധായകം ചെയ്യുന്ന തുടരും. പ്രൊഡ്യൂസർ എം രഞ്ജിത്താണ്. റൈറ്റർ KR സുനിൽ, തരൺമൂർത്തി. സിനിമ ഫോട്ടോഗ്രാഫി സജി കുമാർ. എഡിറ്റേഴ്സ് ഷെഫീഖ് ബി, നിഷാദ് യൂസുഫ്. മ്യൂസിക് ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ് ജെക്സ് ബിജോയ്. ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദൻ. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അവന്തിക രഞ്ജിത്ത്. പ്രൊഡക്ഷൻ കൺട്രോളർ ഡൈസൺ പുത്തൂസ്. പ്രൊഡക്ഷൻ ഡിസൈനർ ഗോകുൽ ദാസരെ. കസ്റ്റം ഡിസൈനർ സമീർ സനീഷ്. മേക്കപ്പ് പട്ടണം റഷീദ്. മേക്കപ്പ് പട്ടണം റഷീദ്. കോവ ഡയറക്ടർ ബിനു ബാബു. സ്റ്റിൽ അമൽ സി സത്താർ. ഡിസൈൻ യെല്ലോ 2. ഐഡിയ കൺഫ്യൂസ്ഡ് ബൈ എലിഫന്റ് എഗ്സ്. വീഡിയോ കോമ്പോസർ അശ്വിൻ സുനിൽകുമാർ. ക്രിയേറ്റീവ് ഡയറക്ടർ മോഹിന്ദ് കൃഷ്ണൻ. BTC വിഷ്ണു ശങ്കർ. 2025 രജപുത്ര വിഷ്വൽ മീഡിയയാണ് ഒരു നടനെ ഇത്രയും സപ്പോർട്ടിങ് ചെയ്യുന്ന ഡയറക്ടറെയും പ്രൊഡ്യൂസറിനെയും ഒക്കെ റൈറ്ററെയൊക്കെ ഇംപ്രസീവ് ചെയ്യിപ്പിക്കുന്ന ഒരു അതുല്യകനാണ്. വിസ്മയമാണ്, അപ്ഡേറ്റഡാണ്. എന്തിനും ഇപ്പോൾ എമ്പുരാൻ സിനിമയെ വളരെ കളിയാക്കുമെങ്കിലും ആ മനുഷ്യൻ ആ സിനിമയ്ക്ക് വേണ്ടി കൊടുത്ത വാല്യൂ, എനർജറ്റിക് പെർഫോമൻസ് ഒക്കെ ഗ്രേറ്റ്ഫുള്ളാണ്. എത്ര ട്രോൾ ചെയ്യാലും എത്ര കളിയാക്കിയാലും മോഹൻലാലിൽ നിന്ന് നടൻ്റെ ലെവലിൽ മറ്റൊരു വ്യക്തിക്ക് പകരം വെക്കാനില്ല എന്നാണ് ആ ഇതിഹാസ നായകൻ്റെ പേരിൻ്റെ തുമ്പിലുള്ളത് മോഹൻലാൽ. അത് ജനങ്ങൾ വിളിച്ച പേരാണ്. അതുപോലെ തന്നെയാണ് ഒരു ഫാൻ ബോയ് ട്രീറ്റ്മെൻറ്റാണ് നമ്മളെന്നും നടത്തിയിട്ടുള്ളത്. നമ്മളെല്ലാം ഒരു ഫാൻ ബോയ് തന്നെയാണ്. ലാലേട്ടൻ എന്ന് പറയുന്നത് മറ്റുള്ള നടനേക്കാളും വളരെ ഈസിയായി ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ രീതികൾ തന്നെ ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സ്, ഡിഫറെൻറ്റ് മേക്കിംഗ്, ഡിഫറെൻറ്റ് സ്വഭാവ രീതിയുള്ള ഒരേ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് കളിക്കുന്നതല്ല. നിരവധി എക്സ്പ്രഷൻസിലൂടെ കടന്നുപോയ ഒരുപാട് കഥാപാത്രങ്ങൾ കണ്ട് കോണ്ടന്റ് പോലെ തന്നെ അത് മറിഞ്ഞ ഒരു കാലഘട്ടമാണ് 2005 കാലഘട്ടത്തിന് അങ്ങോട്ടിങ്ങോട്ട് 1995 കാലഘട്ടം തൊട്ടിങ്ങോട്ട് എല്ലാം വരുന്ന എല്ലാ സിനിമകളുമൊക്കെ വളരെ ഡിഫറെൻറ്റ് മേക്കിംഗ് ആണ്. നമ്മുടെയൊക്കെ ജീവിതം തുടങ്ങുന്നത് തന്നെ ഇവിടെ നിന്ന് ആ കാലഘട്ടത്തിൽ തുടങ്ങി ഈ കാലഘട്ടത്തിലേക്ക് അവസാനിക്കുന്ന ഒരു പതിറ്റാണ്ടുകളുടെ അപ്പുറത്ത് ഒരു മോഹൻലാൽ ഉണ്ടായിരുന്നു. ഒരു വിഷ്വൽ മീഡിയക്ക് നമുക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത പ്രേം നസീറിന് പകരം ഒരു നായകൻ, അത് ലാലേട്ടനായിരുന്നു. മമ്മൂക്ക അഭിനയിക്കും, പക്ഷെ മമ്മൂക്കക്ക് എല്ലാം ഉൾക്കൊണ്ട് അഭിനേതാവാനൊന്നും പറ്റില്ല. കാരണം സ്ക്രീൻ പ്രസൻസ്, പക്ഷെ എല്ലാം ഓഡിറ്റ് ചെയ്യാനും എന്തും ഒരു സിനിമയ്ക്ക് വേണ്ടി തന്നെ ജനിച്ച വ്യക്തി എന്നതിൽ മമ്മൂക്ക അറിയപ്പെട്ടില്ല. പക്ഷെ ലാലേട്ടൻ അതിനുവേണ്ടി മാത്രം ജനിച്ച പോലെയുള്ള ആ ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് തരുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ടുള്ള കളികളും മായാജാലം, ആ ഒരു അദ്ദേഹത്തിൻ്റെ സ്മൈലിങ്ങൊക്കെ മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. അത് എനിക്കും വളരെ ഹാർഡ് ബിൽ കൊണ്ടുവന്ന ഒരു ഹാർഡ് ഫാൻസായി മാറിയതും ആ ഒരു അന്ന് മുതലാണ് നമ്മൾ സിനിമ എന്താണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. മറ്റെല്ലാ നടന്മാരും വന്ന് പോയെങ്കിലും ഒരു നടൻ കാരണം നമ്മൾ സിനിമ കാണുന്നു, അഭിപ്രായം പറയുന്നു, കോണ്ടന്റ് ഉണ്ടാക്കുന്നു, ക്രിയേറ്റിംഗ്
സംഭവങ്ങൾ ഉണ്ടാക്കുന്നു? എങ്ങനെ സാധിക്കുന്നത്? ഇതൊക്കെ ഒരു വ്യക്തി കാരണമാണെന്ന് ഞാൻ പറയൂ. വിഷ്വൽ മീഡിയയ്ക്ക് ഒരു പകരം വെക്കുന്ന ഒരു രാജാവ് മോഹൻലാൽ തന്നെയാണ്. നമ്മുടെയൊക്കെ സിനിമാ മോഹവും അതുതന്നെയാണ്. സിനിമ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ഡോക്യുമെൻ്ററി കാണുമ്പോൾ ഇനിയും ഞാനും ആഗ്രഹിക്കുന്നു ഒരു സിനിമയിലെത്തിപ്പെടാൻ. എൻ്റെയും ഒരു ആഗ്രഹമാണ്, കുട്ടിക്കാലത്തെയുള്ള നമ്മുടെയൊക്കെ ഡ്രീമാണ് ഒരു സിനിമ എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലിനോട്ട്, ആ ഒരു മേക്കിങ്ങിന്, ആ ഒരു ക്യാരക്ടർ നമുക്കെങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്നത് ചിന്തിക്കുമ്പോൾ മോഹൻലാലിൽ നിന്ന് അദൃശ്യമായ ഒരു സ്വഭാവമുള്ള നടനെ, ഒരു വിസ്മയ നടനെ നമുക്ക് മുന്നിൽ ഇട്ട് തരികയാണ്. അദ്ദേഹത്തെ പഠിച്ചു. ഒരു ടെക്സ്റ്റ് ബുക്കാണ് മോഹൻലാൽ എന്നത്. ഈ ഡോക്യുമെൻ്ററി തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ മോഹൻലാൽ എന്നൊരു നടൻ സ്വയം കയ്യിലിട്ട് ചെയ്യുന്ന ഒരുപാട് പടങ്ങളുണ്ട്. അതൊക്കെ നല്ല സൂപ്പർ ഹിറ്റായിരുന്നു. ഇപ്പം വരുന്നത് ഡയറക്ഷൻ്റെ കൊളാബിനേഷൻ, അതിൻ്റെതായ റൈറ്റിങ്ങിൻ്റെ പിഴവുകൾ കൊണ്ടാണ്. അവർ എന്താണ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് അവർക്ക് തന്നെ തിരിച്ചറിയാത്ത രീതിയിൽ സിനിമ മാറിപ്പോയിരിക്കുന്നു. സിനിമയുടെ സ്കെച്ച് മാറിയിരിക്കുന്നു, സിനിമയുടെ ഡയറക്ടർ രീതി മാറിയിരിക്കുന്നു. ആ പഴയ അറ്റ്മോസ്ഫിയറിലൂടെ കൊണ്ടുപോയി സിനിമ അവിടെ എൻഡ് ചെയ്യാം. പുതിയ കാലഘട്ടം നമുക്ക് പ്രേക്ഷകരെ കൊണ്ടെത്തിക്കാം. പക്ഷേ ആ പഴയ കാലഘട്ടത്തിലുള്ള നേച്ചർ ഒരിക്കലും മനുഷ്യൻ്റെ മുന്നിൽ നിന്ന് മാറില്ല. അങ്ങനെ ഒരു നേച്ചർ ലാലേട്ടനുണ്ട്. പഴയ നടനെന്ന നിലയിൽ ആ നേച്ചർ പോവാതെ മാറണം. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ ലാലേട്ടൻ്റെ ലുക്കും ഡിസൈനും ഒക്കെ മാറിയപ്പോൾ അതിൻ്റെ ഒരുപാട് ആഫ്റ്റർ എഫക്റ്റ്, ബോഡിയുടെ പ്രശ്നം നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഒരു ലാലേട്ടൻ ഫാൻ ബോയ് എന്ന നിലയിൽ മറ്റുള്ളവർ കാണുന്ന രീതിയിൽ നമുക്ക് ഒരു വ്യക്തിയെ കണ്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, മമ്മൂട്ടിൻ്റെ ഒരു സ്വാഗ് ഉണ്ടാകുമ്പോൾ ലാലേട്ടൻ്റെ ആ ചെരിഞ്ഞ നടത്തവും ആ ഇൻട്രാക്റ്റഡായി സംസാരിക്കുന്ന രീതിയൊക്കെ ഒരു ശരാശരി മലയാളികൾക്ക് ആ ഒരു ഫീലിന് തോന്നും. അത് ഒരു ഡയറക്ടറുടെ കേപ്പബിലിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ സ്ക്രീനിൽ കാണുന്ന ഒരു മോഹൻലാലിന് ഒരു പിക്ചർ ഉണ്ടാവും. ആ പിക്ചർ തന്നെയാണ് നമ്മുടെ മുന്നിൽ ഒരു വൈബായി എത്തി. തുടരുമെന്ന സിനിമ ഇവിടെ വന്നെത്തിയിരിക്കുന്നു. ഇനി ഏതാനും ദിവസങ്ങൾ കൊണ്ട് ആ സിനിമയുടെ ബുക്കിംഗ് ചാർട്ടും ഫസ്റ്റ് ഷോ ഒക്കെ തുടങ്ങും. അതിനു മുമ്പ് ഈ സിനിമ ഒരു ദൃശ്യ വൈബ് ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ദൃശ്യം പോലെയുള്ള എന്തൊക്കെയോ ഒരു രഹസ്യം ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരു ദൃശ്യ ക്ലാസിക് സിനിമകൾ ലാലേട്ടൻ ചെയ്യൽ വെറും കുറവാണ്. നമുക്ക് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ലാസിക് ടച്ചും മാസും കൂടി എലമെൻ്റ് ചെയ്യുമ്പോൾ അതൊരു നല്ല ഫീൽ ടു ഗുഡ് മൂവിയായി മാറും. ഒരു ഫാൻറ്റസി തമാശകൾ ഉണ്ടാവണം, പക്ഷേ അത് ഓവറായാൽ ഇപ്പോഴത്തെ സിനിമ ആസ്വാദനത്തെ ബാധിക്കും. ജഗതിയൊക്കെ ഉണ്ടായ കാലഘട്ടത്തിലാണെങ്കിൽ സിനിമ നന്നായി ഡയലോഗ് പറയാനും കണ്ണുകൊണ്ടുകൊണ്ടുള്ള മായാജാലങ്ങൾ കാണിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് സ്പേസസ് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. കുറേ കോമഡിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ. ആ സർക്കാസിസം ഇന്ന് ചിലവാകുന്നില്ല. ഇന്ന് ആ പഴയ ടൂണ് മാറിയതിൻ്റെ കാരണത്താൽ സിനിമയ്ക്ക് ഒരുപാട് ടച്ച് വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ ഒരു ലാലേട്ടൻ എന്ന വ്യക്തിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. ഈ ഒരു എഫക്റ്റിൽ ആ പഴയ ടച്ച് ഒരിക്കലും അവസാനിപ്പിക്കാതെ നല്ലൊരു സിനിമ മേക്കിങ്ങിലൂടെ, സിനിമ രീതി, ഡയലോഗ്സും ഡെലിവറിയും ഒക്കെ നല്ല അദ്ദേഹത്തിന് സ്വന്തമായ സ്വാതന്ത്ര്യം ഇട്ടുകൊടുത്തുകൊണ്ട് തന്നെ ഒരു സിനിമ നടനെന്ന നിലയിൽ അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ അധികാരം കൊടുത്തുകൊണ്ട് സിനിമ ചെയ്യാൻ കഴിയണമെന്നാണ് ഒരു ഡയറക്ടറിൻ്റെ ബ്രില്യൻസ്. എഴുത്തുകാരനും ഫോക്കസ് ചെയ്യണം, അതിൻ്റെ പ്രൊഡ്യൂസറും ഇതൊക്കെ ഹാൻഡിൽ ചെയ്താലേ ഒരു ഡയറക്ടർ ബ്രില്യൻസ് അവിടെ ഒരു ഫോട്ടോഗ്രാഫിക്ക് അതൊരു വലിയൊരു പിക്ചറായി മാറുന്നു. വളരെ വലിയ സംഭവങ്ങളൊക്കെ ഈ ലോകത്ത് നടക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ തലമുറ ചെയ്യുന്നത്.
ഒന്നും ഒരു അറ്റൻഷൻ ഇല്ലാതെ സിനിമ കടന്നു പോവുകയാണ്. ആ അറ്റൻഷൻ നമുക്ക് ഇനിയും വേണം. നല്ലൊരു ഡിസിപ്ലിൻ സിനിമയിൽ കുറവുണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ സൂത്രത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി ഒരു സിനിമ വാച്ചർ ആകുന്നത് നല്ലതാണ്. നമ്മൾ ആരെയും സുഖിപ്പിക്കാൻ ഒരു സിനിമ ചെയ്യേണ്ട, ആരെയും ഇതാക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്തിട്ട് കാര്യമില്ല. സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റിയിൽ ഒരു സിനിമ ചെയ്യണം. അത് സിനിമ എന്നും തുടങ്ങിയിൽ നിന്ന് അവസാനിക്കുന്നവരെ ഒരു സിഗ്നേച്ചർ പതിച്ചാൽ അത് സിനിമയ്ക്ക് ഒരു ബ്രാൻഡ് മോസ്റ്റ് വെൽക്കം കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എതിരാളികളില്ലാതെ ഒരു സിനിമ മാറിപ്പോകുമ്പോൾ അവിടെ എന്താവും, ഒരു മത്സരാർത്ഥി ഇല്ലാതെ സിനിമ ഒരിക്കലും വിജയിക്കുകയില്ല. അതാണ് സിനിമയുടെ കേപ്പബിലിറ്റി. അപ്പോൾ തുടരുമെന്നൊരു സിനിമ നമുക്ക് പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷിക്കാൻ പറ്റും. ഒരു ക്ലാസ് ടച്ചും ഫാൻറ്റസിയും ഒക്കെ കൂടി അതൊരു വലിയൊരു ശോഭന മോഹൻലാൽ സിനിമയായി മാറണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു തുടരും വൈബ് നമുക്കുണ്ടാവണം. നല്ലൊരു തുടരുമെന്നൊരു അർത്ഥത്തിൽ തന്നെ അതൊരു തുടർച്ചയുള്ള വിശേഷങ്ങളായിരിക്കണമെന്നതിൻ്റെ അർത്ഥമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നമ്മളെല്ലാ മലയാളികളും മോഹൻലാൽ എന്ന താരങ്ങളെ, അദ്ദേഹത്തിൻ്റെ നടനെ എങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കും? അദ്ദേഹം വേറൊരു ലെവലാണ്, വേറെ തന്നെ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ബിഗ് ബോസിൽ വരുമ്പോഴും ഒക്കെ കാണിക്കുന്ന പലതും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട രീതികളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. പരാജയങ്ങൾ ഫ്ലോപ്പാകുന്നത് നടൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കില്ല, അതിൻ്റെ തിരക്കഥയും അതിൻ്റെ സ്ക്രിപ്റ്റും ആയിരിക്കും അതിനെ മോശപ്പെടുത്തുക. വേറൊന്നും അവിടെ പറയാനില്ല. ഇല്ലെങ്കിൽ ഇവരൊന്നും അഭിനയിക്കില്ലല്ലോ. അപ്പോൾ സിനിമയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഇവർ പറഞ്ഞതിലെല്ലാം ഒരു ടച്ചുണ്ട്. തരൺമൂർത്തി പറഞ്ഞതും സുനിൽ എന്ന റൈറ്റർ പറഞ്ഞതും, അപ്പോൾ ഇവരൊക്കെ പറയുന്നതിൽ കോമ്പിനേഷൻ എന്നും ഉണ്ടാവാറുണ്ട്. നമുക്കൊക്കെ ലാലേട്ടൻ എന്ന മനുഷ്യനെ ഇഷ്ടം തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലൂടെ. ആ പെർഫോമൻസ് എന്നും ഉണ്ടാവണമേ എന്ന് ചിന്തിക്കുന്ന മലയാളികളെപ്പെട്ടവനാണ് ഞാനും. ഒരു ശരാശരി മമ്മൂക്കയും ലാലേട്ടനും ഫാൻസ് തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടമാരോടാന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടൻ. അത് കംപ്ലീറ്റ്ലി ഒരു ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ അത് എന്തുകൊണ്ടും എടുത്ത് പറയാൻ ഒരു മലയാളി എന്ന് പറഞ്ഞ്, ഒരു ഇന്ത്യൻ എന്ന് പറഞ്ഞ് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് സംസാരിക്കുക. അല്ലാതെ അപ്പോൾ ഇതൊരു എക്സ്പ്ലെയിൻ വീഡിയോ തന്നെയാണ്. എത്രത്തോടെ ഇതിൽ ലെങ്ത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു, ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നു. ഇതൊക്കെ ഒരുപാട് പറയുന്നു, പക്ഷെ ആരും ഇടുന്നില്ല, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമ്മുടെ ചാനൽ ഇനിയും മുന്നോട്ട് നിങ്ങൾക്ക് ഓരോ കണ്ടൻറ്റ് ഇട്ട് തരണമെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും ബെൽ ബട്ടണും ഒക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്താലേ ഇനിയും ഇതുപോലുള്ള കോണ്ടൻറ്റ് ഇടാനുള്ള നമുക്കൊരു സന്തോഷം തരും. അതുകൊണ്ട് തന്നെ ഈ ഡോക്യുമെൻ്ററി പറയുന്നത് തുടരും എന്ന സിനിമയുടെ ഭാഗമായതുകൊണ്ടാണ്. തുടരും സിനിമ വരാൻ പോകുമ്പോൾ അതിൻ്റെതായ സ്ട്രെങ്ത് സിനിമയ്ക്ക് കൊടുക്കണമല്ലോ. ഏത് രീതിയിലാണ് വരുന്നതെന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ തന്നെ കണ്ടാൽ മതി. ബസൂക്കയൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചു, അതിൻ്റെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ പ്രതീക്ഷ കൊണ്ട് സിനിമ ഒരിക്കലും സക്സസ് ആവില്ല എന്നതാണ്. അപ്പോൾ ഇത് ഒരു പ്രതീക്ഷയല്ല, ഇതൊരു ദൃശ്യ വൈബ് എന്ന് പറയാം. ഒരു മീഡിയക്ക് അറ്റൻഷൻ കിട്ടുന്ന, ഒരു വിഷ്വൽ മീഡിയക്ക് നന്നായി ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. വണ്ടർഫുൾ സിനിമയാവട്ടെ, അത്രമാത്രം പറഞ്ഞുകൊണ്ട് ബൈ ഫോർ എവർ.